ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻറ്റിൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജുബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗം, അതായത് സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിൻ, അവിടെ കീടങ്ങളും തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയുമാണ്. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നതിനേക്കാൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാനാണ് നമ്മൾ ജീവിതത്തിലെ കൂടുതൽ സമയവും മാറ്റിവെക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, തുരുമ്പിനും കീടങ്ങൾക്കും വരാൻ സാധിക്കുന്ന ഇടമാണ് ഭൂമിയിലെ നിക്ഷേപങ്ങൾ. കള്ളന്മാർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുന്ന നിക്ഷേപങ്ങളാണ് ഭൂമിയിലെ നിക്ഷേപങ്ങൾ. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുമ്പോൾ കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അവിടെ കള്ളന്മാർക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തുരുമ്പും കീടങ്ങൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കാത്തു സൂക്ഷിക്കുവിൻ എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമയം കൂടുതൽ ചെലവഴിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ കഴിവുകളും നേട്ടങ്ങളും നമ്മൾ എവിടെയാണ് കൂടുതൽ ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ ഈ ദിവസം ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന വിലപ്പെട്ട ദാനമാണ് സമയം. ഈ ദാനം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. അമേരിക്കൻ കവിയായിട്ടുള്ള കാൾ സാൻഡ്ബർഗ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ വായിച്ചു തോർക്കുന്നു. സമയമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ നാണയം, നിനക്കുള്ള ഏക നാണയമാണത്. ആ നാണയം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിനക്ക് മാത്രമേ തീരുമാനിക്കാനാവൂ. അതെ, സമയം അത് നിൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന നാണയമാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നീയാണ് തീരുമാനിക്കുന്നത്. അത് ഏറ്റവും നല്ല കാര്യങ്ങൾക്കായിട്ട് നീ ഉപയോഗിച്ച് ആ നാണയത്തെ വളർത്തുകയും ആ നാണയം വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നീ അനുഗ്രഹീതനായി തീരുന്നതെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ പലപ്പോഴും, നമ്മളെല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അറിയാതെ നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കുടുംബങ്ങൾ, ഒത്തിരിയേറെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ദമ്പതികളൊക്കെ വന്ന് പറയുന്നൊരു പരാതിയാണ്. അത് ചിലപ്പോൾ ഭാര്യ വന്ന് പറയും, ഭർത്താവ് എപ്പോഴും മൊബൈൽ ഫോണിലാണ്, എപ്പോഴും ഇങ്ങനെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, വെറുതെ ഇങ്ങനെ സമയം കളയുന്നു. ചില ഭർത്താക്കന്മാർ വന്ന് പറയും, ഭാര്യ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, കുറേ റീൽസും കുറേ കാര്യങ്ങൾ കാണലും കുറേ ചാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, വീട്ടിൽ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നില്ല. ചിലപ്പോൾ ചില മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് പറയുന്നു, കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല, എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഫോണിലെ ഓരോരോ കാര്യങ്ങൾ കണ്ടും കേട്ടും ചെയ്തും, ഇങ്ങനെയൊക്കെ മോശമായ കാര്യങ്ങളൊന്നുമല്ല, അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ സമയം കളയുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ആത്മശോധന ചെയ്താലും, ഞാനും നിങ്ങളും ഒക്കെ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ആത്മശോധന ചെയ്താൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പലപ്പോഴും പറയുന്ന കാര്യമാണ്, കുട്ടികൾ കൂടുതൽ സമയം വെറുതെ ആവശ്യമില്ലാതെ കളയുന്നു. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയുന്നൊരു കാര്യമാണ്, കുറേ സമയം ആവശ്യമില്ലാതെ കളയുന്നു, കുറേ സമയം മൊബൈൽ ഫോണായിട്ട് നടക്കുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് പറയുന്നൊരു കംപ്ലൈൻ്റാണ്, ജോലി സ്ഥലങ്ങളിലൊക്കെ പറയുന്ന കംപ്ലൈൻ്റാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്താൽ, ഞാൻ എന്നെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുന്നത്, നമ്മൾ നമ്മുടെയും തന്നെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആത്മശോധന ചെയ്താൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ സമയം ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ
നമുക്ക് വലിയ ഉപകാരപ്രദമല്ലാത്ത പല കാര്യങ്ങൾക്കും പല അറിവുകൾക്കും കാഴ്ചകൾക്കും വേണ്ടി നമ്മൾ എത്രയോ സമയം മാറ്റിക്കളയുന്നു, നഷ്ടപ്പെടുത്തി കളയുന്നു. ഇവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിലേ നമ്മുടെ ഹൃദയത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലുള്ളതെല്ലാം അത് മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പോലെ, തുരുമ്പും കീടങ്ങളും കൊണ്ടുപോകുന്നത് പോലെ നശിച്ചു പോകുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ കുറേ ആളുകൾ ഈ സമ്പത്ത് ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. എന്തുമാത്രം സമ്പത്ത് ശേഖരിച്ചാലും സമ്പാദിച്ചാലും അതിൽ സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ കണ്ടെത്താനാകാതെ വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യരെയും നമുക്ക് ഈ ലോകത്തിൽ വളരെയധികം കണ്ടെത്താൻ സാധിക്കും. ഒരിക്കലും ഒരു പത്രത്തിൽ വന്ന ഒരു ചിന്താവിഷയത്തിൽ കണ്ട ഒരു ചെറിയ കഥ, ഒരു ചെറുകഥ. ആ ചെറുകഥയുടെ പേര് ദ ഡെവിൾ ആൻഡ് ടോം വാക്കർ എന്നാണ്. അതായത് പിശാചും ടോം വാക്കർ എന്ന ഒരു വ്യക്തിയും. അത് എഴുതിയിട്ടുള്ള വ്യക്തിയുടെ പേര് വാഷിങ്ടൺ എർവിങ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു ചെറുകഥയാണ് ദ ഡെവിൾ ആൻഡ് ടോം വാക്കർ. അദ്ദേഹം ആ ചെറുകഥയിൽ കൊണ്ടുവരുന്ന രണ്ട് കഥാപാത്രങ്ങൾ ടോം വാക്കർ എന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. ഇവർ രണ്ടുപേരും നല്ല സമ്പന്നരാണ്, അതേസമയം വളരെ പിശുക്കന്മാരാണ്. പിശുക്കനും പിശുക്കത്തിയുമാണ് ഈ ഭാര്യയും ഭർത്താവും. ഇവർക്ക് എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം അതായിരുന്നു ഓരോ ദിവസത്തെയും അവരുടെ ചിന്തയും അവരുടെ സന്തോഷവും. കൂടുതൽ ധനം സമ്പാദിക്കണം, അതാണ് ഇവരുടെ ചിന്തയും ഇവരുടെ പരിശ്രമവും എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവരുടെ മുമ്പിൽ, ഈ ഭർത്താവിൻ്റെ മുമ്പിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയാണ്. പിശാച് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട്, ടോം വാക്കറിനോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ അമൂല്യമായിട്ടുള്ളൊരു നിധിയുണ്ട്, ആ നിധി ഞാൻ വേണമെങ്കിൽ നിനക്ക് തരാം, പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നിൻ്റെ ആത്മാവിനെ എനിക്ക് തരണം, പിന്നെ ഞാൻ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് നീ പ്രവർത്തിക്കണം. പക്ഷേ ഈ ടോം വാക്കർ കാര്യം പിശുക്കനായിരുന്നു, ധനം സമ്പാദിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ആത്മാവ് കൊടുക്കുന്ന കാര്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് ഈ ഓഫർ, പിശാചിൻ്റെ ഈ ഓഫറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് പണം സമ്പാദിക്കണം, ആത്മാവ് കൊടുക്കാനും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഈ ഭാര്യ ഈ പിശാചിനെ തേടി പോവുകയാണ്. അങ്ങനെ പിശാചിൻ്റെ അടുത്ത് ഈ ഭാര്യ ചെന്നു. അങ്ങനെ ഭാര്യയോട് പിശാച് കണ്ടീഷൻസൊക്കെ പറഞ്ഞു. അവളെല്ലാം തയ്യാറായി. ആത്മാവെങ്കിൽ ആത്മാവ് എല്ലാം കൊടുക്കാം, എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം. അങ്ങനെ പിശാച് കാണിച്ചു കൊടുത്ത ഒരു പ്രദേശത്തിലൂടെ ഈ ഭാര്യ അങ്ങനെ പോവുകയാണ്. പിന്നീട് ഈ ഭാര്യയെ കണ്ടിട്ടില്ല എന്നാണ് ആ കഥയിൽ പറയുന്നത്. അങ്ങനെ ഭാര്യ ആ വഴിക്ക് അങ്ങ് പോയി. അതിനുശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞ് ഈ ടോം വാക്കർ വീണ്ടും ഈ പിശാചിനെ കണ്ടുമുട്ടുകയാണ്. ഈ പിശാചിനെ കണ്ടുമുട്ടുമ്പോൾ പിശാച് വീണ്ടും ഈ ഓഫർ കൊടുത്തു, നിനക്ക് എൻ്റെ കയ്യിലുള്ള അമൂല്യമായ നിധി ഞാൻ തരാം, എൻ്റെ കണ്ടീഷൻസ് പ്രകാരം നീ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തരാം. അങ്ങനെ ഈ തവണ ടോം വാക്കർ ആ കണ്ടീഷൻസൊക്കെ സമ്മതിച്ചു. അങ്ങനെ ടോം വാക്കർ കണ്ടീഷൻ സമ്മതിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഇതായിരുന്നു, ഞാൻ നിനക്ക് തരുന്ന അമൂല്യമായ നിധി അതുപയോഗിച്ച് നീ അമിതമായ പലിശയ്ക്ക് പണം കടം കൊടുത്ത് കൂടുതൽ ഓരോ ദിവസവും സമ്പാദിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ പിശാചിൻ്റെ ഈ കണ്ടീഷൻ കേട്ടപ്പോൾ അത് ഈ ടോം വാക്കറിന് സന്തോഷമായി. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളത്, കൂടുതൽ ധനമുണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം, ഈ ടോം വാക്കർ ഈ നിർദ്ദേശം, പിശാചിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ നിധി ഉപയോഗിച്ച് അദ്ദേഹം കൂടുതൽ അമിതമായ പലിശയ്ക്ക് പണം കടം കൊടുത്ത് അങ്ങനെ വലിയ ധനികനായി മാറുകയാണ്. അങ്ങനെ അദ്ദേഹം ആ നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു ധനികനായിട്ട് ഈ ടോം വാക്കർ മാറുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അടുത്തപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നലുണ്ടായി, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിതനാകണം, തൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണം. അദ്ദേഹം ആ നാളുകളിലൊക്കെ കൂടുതൽ ദേവാലയത്തിൽ, പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാറ്റമൊന്നും വന്നില്ല. ആ കഥയിലെ അവസാനം എങ്ങനെയാണ്, അദ്ദേഹം കുറച്ചൊക്കെ പരിശ്രമിച്ചെങ്കിലും പിശാച് മാനസാന്തരപ്പെടുവാൻ ടോം വാക്കറിന് അവസരം കൊടുത്തില്ല. പിശാച് ടോം വാക്കറിൻ്റെ ആത്മാവിനെ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് ഈ ചെറുകഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിൽ
ഈ ടോം വാക്കർ എന്നെ സംഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നു പോവുകയാണ്. അതിലപ്പോൾ ഈ ചെറുകഥ എഴുതിയിരിക്കുന്ന ഈ വാഷിങ്ടൺ ഇർവിങ് നമുക്ക് തരുന്ന ഒരു സന്ദേശം ഇതാണ്: കൂടുതൽ കൂടുതൽ ധനം സമ്പാദിക്കാനുള്ള തിരക്കിൽ, നിക്ഷേപം സമ്പാദിക്കാനുള്ള തിരക്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം വേറൊരു ജീവിതമുണ്ട് എന്നുള്ള വലിയ സത്യം അദ്ദേഹം മറന്നുപോയി. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള വലിയ സത്യം അദ്ദേഹം മറന്നുപോയി. വാസ്തവത്തിൽ ഇന്ന് ഈ ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് നേരിട്ട് പിശാചിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പിശാച് പല വിധത്തിലുള്ള ഓഫറുകളുമായിട്ടാണ് കടന്നു വരുന്നത്. പിശാച് പല വിധത്തിലുള്ള ഓഫറുകളുമായിട്ടാണ് യുവതിയുവാക്കളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്, കുട്ടികളുടെ അരികിലേക്ക് കടന്നു വരുന്നത്, ദമ്പതികളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന പല പുതിയ പുതിയ ഓഫറുകളുമായിട്ടാണ് പിശാച് കടന്നു വരുമ്പോൾ പിശാച് വയ്ക്കുന്ന കണ്ടീഷനുകളിൽ അറിയാതെ പെട്ടുപോയി ജീവിതത്തിൻ്റെ നന്മകളും ജീവിതത്തിലെ ആത്മീയതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്നവരും തകർന്നു പോകുന്നവരും പിശാചിൻ്റെ ഓഫറുകളിൽ പെട്ടു പോകുന്നവരല്ലേ. കുറച്ചു നാളത്തെ വലിയൊരു സംതൃപ്തിക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ നശിച്ചു പോവുകയാണ്. ഈ അടുത്ത നാളിൽ വായിച്ചു, കേരളത്തിൽ കിട്ടുന്ന ഈ മയക്കുമരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി, MDMA, അതൊക്കെ പലതും അത് കൃത്രിമമായിട്ടുള്ളതാണ്, ഒറിജിനലായിട്ടുള്ളത് പോലുമല്ല ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. ആ കൃത്രിമമായിട്ട് ഉപയോഗിക്കുന്നവരെ എത്രയും പെട്ടെന്ന് ഒരു 10-35 വയസ്സാകുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ കിഡ്നിയൊക്കെ തകർന്ന് നശിച്ചു പോകും, മരിച്ചു പോകുമെന്നൊരു വാർത്ത കാണാനിട വന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, പിശാചിൻ്റെ ഓഫറുകൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ തകർക്കുന്നതാണ്, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിലെ സമയം മുഴുവൻ ഞാൻ എവിടെയാണ് ചെലവഴിക്കുന്നത്? അത് ഈ ലോകത്തിന് വേണ്ടി മാത്രവും ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രവും ധനസമ്പാദത്തിന് വേണ്ടി മാത്രമാണോ? എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സമയം മാറ്റിവെക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയം എവിടെയാണോ? എൻ്റെ ഹൃദയം ദൈവത്തിലെങ്കിലേക്ക് തിരിയുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. സ്നേഹമുള്ളവർ, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായി നമുക്ക് മാറാം. കള്ളന്മാർ കടന്നു വരാത്ത ഇടങ്ങളിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള
വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് എന്നാണ് വചനം ചോദിക്കുന്നത്. അതേ സ്നേഹമുള്ളവരെ, എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ. ഈശോ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അടുത്തുണ്ട്, അരികിലുണ്ട്. ഇത്രയും ദൈവം സമീപസ്ഥനായിരിക്കുന്ന, അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത് എന്നാണ് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ അടുത്തുള്ള സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും കാണുന്നവൻ, അവരെ ആശ്വസിപ്പിക്കുന്നവൻ, ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവൻ, സുഖപ്പെടുത്തുന്നവൻ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമുക്കും നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മളെയും നമുക്കുള്ളതിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. സ്വർഗത്തിലാണ് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കേണ്ടത്. കാരണം തുരുമ്പും കീടങ്ങളും കടന്നു വരാത്ത ഇടമാണ് സ്വർഗം. കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ സാധിക്കാത്ത ഇടമാണ് സ്വർഗം. ഈ ഭൂമിയിൽ കരുതി വയ്ക്കുന്ന നിക്ഷേപങ്ങൾ കള്ളന്മാർ മോഷ്ടിക്കുന്ന കഥകളും സംഭവങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എത്രയോ ഭവനങ്ങളിലും എത്രയോ സ്ഥലങ്ങളിലും കള്ളന്മാർ വന്ന് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ തുരന്നുകൊണ്ടുപോകുന്നു, മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എത്രയോ സത്യമാണ്. സ്വർഗത്തിലെ നിക്ഷേപമാണ് അത് നിലനിൽക്കുന്ന നിക്ഷേപം. എന്നാൽ ഈ ലോകത്തിലുള്ള തിന്മയുടെ സ്വാധീനം, പിശാച് എപ്പോഴും ഈ ലോകത്തിൽ ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുവാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുമ്പോൾ പലപ്പോഴും സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വചനപ്രഘോഷണത്തിൽ കേട്ട സംഭവങ്ങൾ, കഥകൾ, അതേ തിന്മയുടെ ശക്തി എത്ര ശക്തമായിട്ടാണ് ഈ ലോകത്തിലെ മോഹങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്, അവരുടെ ആത്മാക്കളെ കൈവശപ്പെടുത്തുവാൻ പിശാച് പരിശ്രമിക്കുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തെ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനുശേഷം വേറൊരു ലോകമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെതായി ജീവിക്കുവാൻ തിന്മയുടെ ശക്തികൾ എപ്പോഴും പ്രേരണ നൽകും. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവരാണ് വിവേകമുള്ളവരും. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ജോബ് പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അതെ, ജോബ് പറയുന്നതാണ് സത്യം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്ന ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും നഗ്നനായി തന്നെയാണ്, ഒന്നും കൊണ്ടുപോകുന്നില്ല. അതേ സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ മാത്രമാണ് നമ്മോടൊപ്പം കടന്നു വരുന്നത്. 1 തിമോത്തി 6:7 വചനം ഇപ്രകാരം പറയുകയാണ്, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. സത്യമാണ് വചനം പറയുന്നത്. ഈ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് കഴിയുകയില്ല. കൊണ്ടുപോകാൻ കഴിയുന്നത് ദൈവകൃപയും ദൈവമഹത്വവും ദൈവം തരുന്ന അനുഗ്രഹവുമാണ്. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ കർത്താവിനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, ഈ ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ ഗാനം ആലപിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്
അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. യേശുവേ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനം നൽകണമേ. ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എല്ലാവരും ചേർന്ന് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, എല്ലാ പ്രാർത്ഥനകളും വഴികളെ ഞാൻ അറിഞ്ഞ്, അനുഗമിച്ചിടും രോഗികളെ സമർപ്പിച്ച്, അനുഗമിച്ചിടും അവനുടെ തകർച്ചകളെ സമർപ്പിച്ച്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അവൻ വഴികളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമർപ്പിച്ച്, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, എല്ലാ സമൂഹങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ, ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. സുഖപ്പെടുത്തണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, അഭിഷേകം. ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. പിശാച് ഈ ലോകത്തിൽ എത്ര തന്ത്രപരമായിട്ടാണ് മനുഷ്യരെ വശീകരിക്കുന്നതെന്നും അവൻ്റെ പിടിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നും അവരുടെ ആത്മാക്കളെ കൈവശപ്പെടുത്തുന്നതെന്നും നമ്മൾ ആ കഥയിലൂടെ വായിച്ച് നമ്മൾ കേട്ടു. അതേ സ്നേഹമുള്ളവരെ, പിശാച് തുടക്കത്തിലും ഇപ്പോഴുമെല്ലാം മനുഷ്യ മക്കളെ പല വിധത്തിലുള്ള തന്ത്രങ്ങളുമായിട്ട് കടന്നു വന്ന് അലറുന്ന സിംഹത്തെ പോലെ അവരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ജ്ഞാനമുള്ളവരായി മാറേണ്ടതുണ്ട്, കൃപയുള്ളവരായി മാറേണ്ടതുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കും. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഓരോ മകനെയും മകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിലെ എല്ലാ സമയവും പണസമ്പാദനത്തിനും ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പലരും സോഷ്യൽ നെറ്റ്വർക്ക്സിനും മൊബൈൽ ഫോണിനും അടിമകളായി വെറുതെ സമയം കളയുന്നു. എത്രയോ മണിക്കൂറുകളാണ് മനുഷ്യർ പല കാഴ്ചകളും കണ്ട് അവരുടെ ആത്മാവിനോ അവരുടെ ജീവിതത്തിനോ കുടുംബത്തിനോ യാതൊരു വിധത്തിൽ ഉപകാരമില്ലാത്ത കാഴ്ചകൾ കണ്ട് സമയം കളയുന്നത്. അതേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 70% സമയം, ഒരു ദിവസത്തിൻ്റെ 70% സമയം പലരും ഇങ്ങനെയുള്ള കാഴ്ചകൾക്കായിട്ട് കളയുമ്പോൾ ആ കാഴ്ചകൾ കൊണ്ട് നമ്മൾ എന്ത് നേടുന്നുവെന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. അതേ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ സമയത്തെ നമ്മൾ എപ്രകാരം വിനിയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക്
ഈ ആത്മീയ ജീവിതത്തിൽ വളരാനും പിശാചിൻ്റെ തന്ത്രങ്ങളെ ചെറുക്കാനും നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യമാണല്ലോ. ദൈവത്തോടൊപ്പം കൂടുതൽ സമയം അവർ ചേർന്ന് നിന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോയിക്കൊള്ളും. അതേ സ്നേഹമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തിന്മയുടെ ശക്തികളുടെ പ്രലോഭനങ്ങളെയും തിന്മയുടെ ശക്തികളുടെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. നമുക്ക് ആത്മീയമായിട്ട് ശക്തിയുള്ളവരായി മാറാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. രോഗികളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം കർത്താവേ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക പീഡകൾ വിട്ടു പോകട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.